അങ്ങനെ ഇന്നും സൂര്യൻ ഉദിച്ചു മക്കളെ, സൂര്യൻ ഉദിച്ചു. പിന്നെ ഇപ്പോൾ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളതാണ് നമ്മളെ കടമ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ചില ദിവസമൊക്കെ അറിയാതെ സൂര്യൻ ഉദിച്ച് പോകാറുണ്ട് കേട്ടോ. പിന്നെ ചില ദിവസം എന്താണേലും വേണ്ടില്ല, ചാടി എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് അടുക്കളയിൽ ഇറങ്ങി. കുറിയൊക്കെ തൊട്ട് കണ്ടാൽ വിചാരിക്കും എവിടെയോ കല്യാണത്തിന് പോകാമെന്ന് കേട്ടോ. പക്ഷെ കല്യാണത്തിനൊന്നും പോയതല്ല, നേരെ നമ്മൾ അടുക്കള എന്ന് പറയുന്ന പന്തലിലേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ എനർജി ഡ്രിങ്കായ പച്ചവെള്ളം, ജ്യൂസൊന്നും അല്ല കേട്ടോ, പച്ചവെള്ളം കണ്ടില്ലേ, ആരോഗ്യം വന്നു, ചാടി എഴുന്നേറ്റ് കണ്ടില്ലേ. പിന്നെ വിറകും കൊണ്ട് അതായത് പച്ചവെള്ളം കുടിച്ചിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അതാണ് എന്നത്തെയും ദിവസത്തിൻ്റെ തുടക്കം. പിന്നെ നമ്മൾ നേരെ ആട്ടപ്പൊടി എടുത്ത് അതിനകത്ത് ഒരു യുദ്ധം നടന്നു. ദൈവമേ, എവിടെ എന്താ തല്ലിപ്പൊളിക്കുന്നുണ്ട് ഈശ്വരാ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ആട്ടപ്പൊടി മെല്ലെ എടുത്തു. പിന്നെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടെ കുഴച്ചാലേ അത്യാവശ്യം മയം ഉണ്ടാവുള്ളേ, ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് കൊള്ളുന്ന രീതിയിലാവും കേട്ടോ. പിന്നെ ഒരു ഉണ്ടയേറ് മത്സരമാണ്. ഈ ഉണ്ടയേറ് മത്സരത്തിൽ ആര് ജയിക്കുന്നു നോക്കാം കേട്ടോ നമുക്ക്. അങ്ങനെ പിന്നെ പൊടി കുഴച്ച് കഴിയുന്നോടം വരെ തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ അരി ഇട്ടിട്ടില്ല എന്നുള്ള ഓർത്തത് കേട്ടോ. സത്യം പറയാലോ, ഇന്ന് ഞാൻ അടുപ്പത്തല്ല കേട്ടോ അരി ഇട്ടത്, കുക്കറിൽ അരിയിട്ട് ഒരു വിസിലടിക്കുമ്പോൾ തന്നെ സംഭവം ഒരു വിസിലടിക്കേണ്ട മുമ്പ് റെഡിയാവും കേട്ടോ. അപ്പം തേങ്ങ പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ അരി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അട ഉണ്ടാക്കാമെന്ന് ഓർമ്മ വന്നത്. ദൈവമേ, കൊല്ലിയിൽ എന്തോ കുടുങ്ങിയല്ലോ. അത് വേറെ ഒന്നുമല്ല കേട്ടോ, തേങ്ങ ചണ്ടി ആയിരുന്നു. തേങ്ങേൻ്റെ ചിരട്ടേൻ്റെ മുകളിൽ പൊട്ടിയായിരുന്നു കേട്ടോ. തേങ്ങ വെള്ളം വലിയ ഊക്കിൽ കുടിച്ച് വരുന്നു. അങ്ങനെ പിന്നെ തേങ്ങ ചിരകിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, തേങ്ങ ചിരകി അതിനെ സുന്ദരിയാക്കി എടുത്തു കേട്ടോ. നമ്മുടെ ശർക്കരയൊന്ന് നല്ലപോലെ ചിരകി ഇട്ടിട്ട് അങ്ങോട്ട് സുന്ദരിയാക്കി തേങ്ങനെ. കണ്ടില്ലേ, അവൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് നമ്മളെ ആട്ടപ്പൊടി കുഴച്ച് പരത്തിയതിനകത്തേക്ക് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അങ്ങോട്ട് മടക്കിയിട്ട് ദോശക്കല്ലിലേക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് കുക്കറിൽ കഞ്ഞിടാനുള്ള കാരണം എനിക്ക് അടുപ്പത്ത് അട ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അടുപ്പത്ത് അട ചുടാനൊരു ആഗ്രഹം. കാരണം നമ്മൾ അടുപ്പത്ത് ചുടുന്നതിനൊരു വേറെ രുചിയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും വേണ്ടില്ല, നമ്മൾ അട രണ്ടായി മടക്കി, നാലായി മടക്കിയൊന്നുമില്ല, നേരെ മടക്കിയിട്ട് ഇതെന്തിനാണ് ഈ പ്ലാസ്റ്റിക് കവർ വെക്കണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. എൻ്റെ പത്തിരി പ്രസ് കുറച്ചധികം കാലമായതാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഉൾഭാഗം പൊട്ടിയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ആട്ടപ്പൊടീൻ്റെ കവർ തന്നെ വെച്ചിട്ട് അതിൽ പരത്തും കേട്ടോ. അപ്പോൾ നമ്മളെ കണവന് ഇതാ വന്നിട്ട് മൂപ്പര് ചായ കുടിക്കാൻ വന്നതാണ്. ഇന്ന് എന്തോന്നറിയില്ല, മൂപ്പര് മെല്ലെ വന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്ന് ചായ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ എന്ത് പറ്റിയാവോ എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, സാരിയെ കൊടുത്ത് വെക്കുന്ന കണ്ടപ്പോൾ മൂപ്പര് ചോദിച്ചു എങ്ങോട്ടോ പോവാൻ റെഡിയായി നിൽക്കുകയാണെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു എങ്ങോട്ടും പോകാനല്ല, ചുമ്മാ വെറുതെ ഒരു രസം. അപ്പോൾ അങ്ങനെ ചെയ്താണെന്ന് പറഞ്ഞു കേട്ടോ. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വല്ല ചായ എടുത്തിട്ട് മുങ്ങിയേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അടയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും എന്ന് പറയാൻ ഇവിടെ എല്ലാവരും ഇല്ല കേട്ടോ, ഞാനും കൊടുവും അച്ഛയും മാത്രമേ ഉള്ളൂ. ആദ്യക്കുട്ടനും മോനൂസും 2 ദിവസമായിട്ടോ പോയിട്ട് അവർ വയനാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പോണ പോലെ ബാബുചേട്ടൻ്റെ വീട്ടിൽ അവർ പോയിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ അവരുടെ കൂടെ പോയതാണ്. പിന്നെ നമ്മൾ മൂപ്പര് ഇതാ പോവുകയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് മൂപ്പര് പണിക്ക് ഇറങ്ങി പോകുമ്പം ഇത് മിക്കവാറും ദിവസം വന്ന് നിൽക്കാറുണ്ട്. ഞാൻ വീഡിയോയിലൊന്നും ഇങ്ങനെ പിടിക്കാറൊന്നുമില്ല. ഇന്ന് പിന്നെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ ഒന്ന് ഓണാക്കി വെക്കാൻ തോന്നിയെന്നല്ലോ കേട്ടോ. അങ്ങനെ അപ്പോഴാണ് ഫോൺ എടുത്തില്ല എന്ന് പറയണത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഞാൻ പറഞ്ഞു ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്ന് ഞാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കാതെ പോയതുകൊണ്ട് ഇപ്പോൾ എന്തായി, തിരിച്ച് വരേണ്ടി വന്നില്ലേ. എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. അങ്ങനെ പിന്നെ എന്താണേലും വേണ്ടില്ല, മൂപ്പര് ഫോണും വാങ്ങി മൂപ്പര് പോയി കേട്ടോ. പിന്നെ ഇത്രയും സമയം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കൾ 2 പേരും ഇവിടെ ഇല്ല. അവർ 2 പേരും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വിരുന്ന് പോയതാണ്, ഞാനും കൂടുകയുള്ളൂ. അപ്പോൾ പിന്നെ സമയമുണ്ട്, ലേശം നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാലും അത്യാവശ്യം എല്ലാ പണികളും ചെയ്യാനും എല്ലാത്തിനും ഉള്ള സമയം കിട്ടും കേട്ടോ. മറ്റെല്ലാവരും കൂടി ആകുമ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ കടി ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ എണ്ണം കൂടുതൽ ഉണ്ടാക്കണം, അവർക്ക് വൈകുന്നേരത്തെയും കൂടി ഉണ്ടാക്കണം, അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഉള്ള കറികൾ വേണം. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ഒരു കറി, എന്തെങ്കിലും ഒരു കറിയായാലും മതിയല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്ന അലക്ക് കേട്ടോ. പിന്നെ അലക്ക് എങ്ങനെയാണ് ചേച്ചി വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചവരോട് എനിക്കിതേ പറയാനുള്ളൂ. അത്യാവശ്യം നല്ല തുണിയാണെങ്കിൽ ഞാൻ സോപ്പ് തേച്ചിട്ട് മെല്ലെ ഒലുമ്പി കുത്തി തിരുമ്പി എടുക്കും. അല്ല അത്യാവശ്യം മോശം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന തുണികളാണെങ്കിൽ ചന്നം പിന്നെ സോപ്പ് തേച്ചിട്ട് 4 പാടുവിട്ട് അടിക്കും. അത് തന്നെ കല്ലിനിട്ട് 4 അടി അടിക്കും. വെള്ളത്തിൽ 2 വട്ടം 3 വട്ടം ഒലുമ്പി ഇങ്ങ് എടുക്കുമ്പോൾ നമ്മൾ തുണി അലക്ക് കഴിഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അലക്ക് എന്ന് പറയണത്. അപ്പം സോപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് സോപ്പ് പൊടി ഇട്ട് കലക്കിയിട്ട് അതിനകത്ത് തുണിയിട്ട് മുക്കിയിട്ട് 4 അടി, അത് തന്നെ.
പിന്നെ എന്നും എൻ്റെ ഈ അടിച്ചു വാരലൊന്നും കാണില്ല, എന്നും എന്താ പ്രത്യേകത എന്ന് വിചാരിക്കേണ്ട കേട്ടോ, സത്യമാണ് കേട്ടോ, എന്നും ഒന്നും അടിച്ചു വാരലില്ല കേട്ടോ ഞാൻ. കാരണം എനിക്ക് സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. എഴുന്നേൽക്കുമ്പോൾ കുറച്ച് വൈകും, പിന്നെ ഓടി പാഞ്ഞ് ചായ കടി ചോറ് കറി 3 ആൾക്ക് ചോറ് പാത്രത്തിലാക്കണം, എല്ലാം കൂടി ആകുമ്പം മക്കളെ 3 ആൾ റെഡിയാവണം, കുടുവിനെ റെഡിയാക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണെങ്കിലും അടിച്ചു വാരലൊക്കെ അവിടെ കിടക്കലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല നമുക്ക് സമയമുണ്ട്, അപ്പോൾ പിന്നെ അടിച്ചു വാരിയിട്ടൊക്കെ പോന്നാൽ മതിയല്ലോ. ഇഷ്ടമുള്ള കാര്യമൊക്കെ തന്നെയാണ് എല്ലാ പണിയും തീർത്ത് പോരുക എന്നുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ എല്ലാ പണിയും എടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഓടി പാഞ്ഞ് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മളെ ആരോഗ്യം കൂടിയാണെന്ന് ഓർക്കണമല്ലോ. ഇപ്പോഴാണ് കേട്ടോ ചിന്ത വരുന്നത് അങ്ങ് പോവാനായപ്പം. സാരമില്ല, വൈകിയാണെങ്കിലും ബുദ്ധി വന്നല്ലോ എന്ന് ഞാനും ആശ്വസിച്ചു കേട്ടോ. അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് രാവിലെയും വൈകുന്നേരം 2 നേരം അടിച്ചു വരിയില്ലെങ്കിൽ എന്തോ ഒരു അസുഖമായിരുന്നു കേട്ടോ. ആ അസുഖത്തിനൊക്കെ ഇപ്പം അത്യാവശ്യം കുറവുണ്ട് കേട്ടോ. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അത്യാവശ്യം നമ്മളെ സമയവും സാഹചര്യമൊക്കെ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, എല്ലാ പണികളും അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കോഴിക്കോട് തുറക്കാൻ ഞാൻ എന്നും പോകാറില്ല, ഇത് ഇന്ന് മാത്രമുള്ളതല്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ താഴ്ത്തമ്മേൻ്റെ കോഴിക്കോടാണ് മിക്കവാറും. ആദ്യക്കൂട്ടം പോകും, ഇല്ലെങ്കിൽ താഴ്ത്തമ്മ വരും, ഇല്ലെങ്കിൽ ആദിശകൂട്ടം വരും, ഇല്ലെങ്കിൽ അമ്പിളി വരും. അങ്ങനെ എല്ലാവരും മാറി മാറി ചെയ്യുന്നൊരു ചടങ്ങാണ് കേട്ടോ ഇത്. പക്ഷേ സംഭവം എനിക്കിഷ്ടമാണ്, സമയക്കുറവ് മൂലമാണ് ഞാൻ പോകാറില്ലാത്തത്. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ അവരെയും തുറന്നു വിടാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ആണ്ടിലും സംക്രാന്തിയിലും വരുന്ന എന്നെ കണ്ടിട്ട് അവരാരും ഇറങ്ങിയില്ല. നീ അങ്ങനെ തുറന്നു വിട്ടിട്ട് സൂക്ഷിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഇറങ്ങി വാടോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും അവരിറങ്ങി വന്നില്ല കേട്ടോ. പിന്നെ ചോറൊക്കെ അവിടെ കൊണ്ടുപോയി പറമ്പ് കൊണ്ടുപോയി ഇട്ട് തട്ടി മുട്ടി ഒച്ച കേട്ടതിന് ശേഷം വേണോ വേണ്ടിയോ അങ്ങനെയാണ് വന്നത്. ആരും വരുന്നില്ല നിങ്ങളെ കാണാമെന്ന് ചോദിച്ച് നിന്നിട്ട് അങ്ങനെ നമുക്ക് ചോറ് മുറ്റത്തൊന്നും ഇടണ്ട കേട്ടോ. ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ട് കേട്ടോ പറമ്പിൽ. അവിടെ ആരും താമസക്കാരില്ലാത്തൊരു ഒഴിഞ്ഞ പറമ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി ചോറ് ഇട്ടിട്ട് 2 തട്ട തെങ്ങിന് തട്ടുമ്പോഴത്തേക്കും കോഴിക്കുട്ടന്മാർ ഓടി വരും കേട്ടോ. അങ്ങനെ പിന്നെ അവർ എന്താ പറയുക, വാശിക്ക് അവർ നിന്നല്ലോ എന്നുള്ളൊരു മടി നാണക്കേടൊക്കെ കുറവൊക്കെ കൊണ്ട് പമ്മി അവരെത്തി കേട്ടോ. അവർ പമ്മി തിന്നാൻ പോയപ്പോൾ ഞാൻ പമ്മി വീട്ടിലോട്ട് കയറിപ്പോയി കേട്ടോ. കാരണം അകത്തൊരാൾ കിടന്നുറങ്ങുന്നുണ്ട്. കൊക്കുണ്ടു കൂടി പല്ലിയേക്കണ്ടേ, പല്ലിയേക്കണ്ടേ. അയ്യോ, ഇനി കിടക്കാൻ പോയാലും നമുക്ക് നേരം പോകില്ല, അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ടേ, കുടുംബ അംഗൻവാടി പോകണ്ടേ. കുടി പല്ലിയേക്കാൻ പോവാണേ, കാണിച്ചു കൊടുക്കും കുടി പല്ലി. പിന്നെ ഈ വീഡിയോയിൽ കണ്ട പോലെ 2 സെക്കൻഡ് കൊണ്ടൊന്നും കുടു റെഡി ആയിട്ടില്ല കേട്ടോ. ഒരു അരമണിക്കൂറിന് മേലെയെങ്കിൽ ഞങ്ങൾ അവിടെ കളി കളിച്ച് കാണും കേട്ടോ. പല്ല് തേച്ച് കുളിച്ച് വന്നൊന്ന് റെഡിയായി നല്ലൊരു മൂഡിൽ ചായ കുടിക്കാൻ വരണമെങ്കിൽ കുറച്ച് സമയം അധികം എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നും പല്ലിയേക്ക് കൊടു എന്ന് പറയാൻ ഇട വരുത്തിയില്ല. മെല്ലെ കൊണ്ടുപോയി സോപ്പിട്ട് തേച്ച് കുളിപ്പിച്ച് ഞങ്ങൾ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടയൊക്കെ കൂട്ടി ചായ കുടിക്കാൻ ഇരുന്നതാണേ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്നറിയാം. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്ക്. പിന്നെ എന്താ പറയുക, പിന്നെ അങ്ങനെ കറി നമ്മൾ ചോറ് പാത്രത്തിലാക്കി കേട്ടോ. അപ്പോൾ ചോറ് പാത്രത്തിലാക്കിയപ്പോൾ എന്താ, ഇന്ന് ചപ്പാത്തി എടുത്തു. വൈകിട്ട് കൂട് വരുമ്പോൾ കൂടുവിന് കൊടുക്കാൻ ചപ്പാത്തി എടുത്തു. പിന്നെ നമ്മളെ പാത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ആരൊക്കെ സ്റ്റീൽ പാത്രം പ്ലാസ്റ്റിക് പാത്രത്തിലാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പാത്രം ഉള്ളത്, 2ൻ്റെ ഉൾഭാഗം സ്റ്റീൽ ഇതാണ് കേട്ടോ. ഞാൻ ചോറാക്കുന്നതും ആദ്യക്കൂട്ടനാക്കുന്നതൊക്കെ സ്റ്റീലിൻ്റെ ഇതാണ് കേട്ടോ. അടപ്പ് മാത്രം മോൾഭാഗം അങ്ങനെ കാണുള്ളൂ. പിന്നെ കറി ആക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി തന്നെയാണ്. ചൂടുള്ള കറി അധികം ഒഴിക്കാറില്ല, ചൂടാറിയതാണ് ഏകദേശം ഒഴിക്കാറുള്ളത്. ഇനിയിപ്പോൾ പുതിയ കുപ്പിയൊന്നും തൽക്കാലം കൊണ്ട് വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുങ്ങി ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ സ്വർണ്ണ ഘടകമാല ഇട്ടിട്ടില്ല എന്ന് ഓർമ്മ വന്നു കേട്ടോ. കളറ് പോവാതിരിക്കാൻ വേണ്ടി കുളിച്ചപ്പോൾ ഊരി വെച്ചാണ്, കളറ് പോവരുതല്ലോ. അങ്ങനെ നമ്മളെ എന്താ പറയുക, മുത്തുമണി മാലയൊക്കെ എടുത്തിട്ടിട്ട്, പിന്നെ മുടി ഒരുപാടുള്ളത് കൊണ്ട് ഇത് എത്ര വട്ടം കെട്ടിയാലും തൃപ്തി വരില്ലല്ലോ. അങ്ങനെ വീണ്ടും അത് കെട്ടി. കുടു കൊടുന്ന് പാത്രം തള്ളിയിട്ട് വെച്ചാണ് കേട്ടത്.
അങ്ങനെ അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഈ പോവുകയാണെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോകണ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകണം, കേൾക്കാനും ചെയ്യാനും. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം അവിടെ പറഞ്ഞിട്ട് പോകാൻ ആരുമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു നിങ്ങളോട് പോവുകയാണ് കേട്ടോ, പോയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ പോയിട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, എൻ്റെ കുപ്പിയിൽ കറിയില്ലല്ലോ. എനിക്ക് കറി ആരാ തന്നതെന്നറിയോ? നമ്മളെ അമ്പിളിക്കുട്ടിയാണ് കേട്ടോ. അച്ചൂട്ടിൻ്റെ പിറന്നാളുണ്ടാക്കിയ സാമ്പാറിൻ്റെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കേടായി പോകണ്ടല്ലോ, ഫ്രിഡ്ജില്ലല്ലോ. അപ്പോൾ താഴത്തമ്മ അവിടെ തന്നെ വെച്ചു. രാവിലെ അമ്പിളിക്കുട്ടി ഇതെൻ്റെ പാത്രത്തിലാക്കി തന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തേക്ക്.